മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഫിഷിൻ്റെ ഒരു ബാർബിക്യൂ ഐറ്റമാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. കാരണം ഇതിൻ്റെ മസാലക്കൂട്ടൊക്കെ നമ്മൾ വീഡിയോയ്ക്ക് ഇടയിലായിരിക്കും പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണത് വീഡിയോയിൽ കാണാം. അപ്പോൾ നമ്മുടെ ഫിഷ് ഇതാണ്, നട്ടറാണ് ഫിഷ്. അതായത് ബില്ലേഡ് പിരാന ഫിഷ് എന്ന് പറയും, നട്ടർ എന്ന് പറയപ്പെടും. ഈ ഫിഷാണ് നമ്മളിന്ന് BBQ ആക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഫിഷൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ഫിഷൊക്കെ ഉണ്ടോ ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയാക്കി കൊണ്ടുവച്ചിട്ടുണ്ട്. ഫിഷിൻ്റെ തലയുടെ ഉള്ളിൽ എല്ലാം എടുത്ത് കളഞ്ഞിട്ടുണ്ട്, അതൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫിഷ് മസാല ഇടാം. ഈ ഫിഷ് മസാല നമുക്കൊരു പ്ലേറ്റ് എടുക്കുക. ആ പ്ലേറ്റിലോട്ട് ഞാൻ ഇട്ടു. ഇനി നമുക്ക് നമ്മുടെ അരച്ച മസാല ഉണ്ടല്ലോ അത് ഇതിൻ്റെ മേലോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അല്ല ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം, കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യാം. അല്ല മൊത്തത്തിൽ വരഞ്ഞ സ്ഥലത്തൊക്കെ ഇടയിലൊക്കെ ചേരാം. ഇത് നമുക്ക് അല്ല ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കംപ്ലീറ്റ് മീനിൻ്റെ അപ്പുറം രണ്ട് സൈഡും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാം. അരച്ച മസാല എല്ലാം ഇതിൻ്റെ മേലോട്ടൊന്ന് തേച്ച് കൊടുക്കാം. ഇതിൻ്റെ അകത്തും ഒന്നാക്കി കൊടുക്കാം കേട്ടോ. കുറച്ച് മസാല നമ്മൾ ഇതിൻ്റെ അകത്തോട്ടും ആക്കി കൊടുക്കും. തലയുടെ അകത്തും ക്ലീനാണ്, പൂവൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്, വെൽ ക്ലീൻഡാണ്. ഇതിൻ്റെ അകത്തൊക്കെ മസാലയൊക്കെ പിടിപ്പിച്ച് എല്ലാം സെറ്റ് ചെയ്ത് ഏകദേശം നമുക്കൊന്ന് ഒരു അരമണിക്കൂർ സെറ്റ് ചെയ്ത് വയ്ക്കാം. അപ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ഗ്രില്ലൊക്കെ ഒന്ന് തയ്യാറാക്കാം. നമ്മളെ ഗ്രില്ലിൻ്റെ തീയൊക്കെ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. കത്തി ഒന്ന് സീറ്റിങ് ആവട്ടെ, എന്നിട്ട് നമുക്ക് ഗ്രില്ല് വെച്ചിട്ട് ഫിഷ് ബാർബിക്യൂ ചെയ്യാം. എന്നിട്ട് ഫിഷ് വെച്ച് കൊടുക്കാം. മസാലയൊക്കെ സെറ്റായി പിടിച്ചിരിക്കുകയാണ്. നമ്മൾ ഗ്രില്ലിലോട്ട് വെച്ച് കൊടുക്കാം. ഒന്ന് വീശി കൊടുക്കാം. തീയൊക്കെ കനലൊക്കെ ഒന്ന് ചൂടായി കത്തട്ടെ. തിരിച്ചിട്ടോക്കാം. ഈ കമ്പിമ ഒട്ടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഗ്രില്ലായതുകൊണ്ടേ ഫിഷ് ആയതുകൊണ്ട് ഈ കമ്പിമലൊക്കെ ഒട്ടി പിടിക്കും. അപ്പം അങ്ങനെ ചാൻസ് കൂടുതലാണ്. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് മറിച്ചിടാം. മറിച്ചിട്ടോക്കാം. കുറച്ച് തൊലിയൊക്കെ അതിനോട് പറ്റി പിടിച്ചിരിക്കും കുറച്ച്. ഇതൊക്കെ നമ്മൾ ഹാൻഡ് മെയ്ഡായിട്ട് ഉണ്ടാക്കിയാണ്, അതുകൊണ്ട് അതിൻ്റെ പോരായ്മകളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ നമുക്ക് ഗ്രില്ല് ചെയ്യുന്ന ഏതൊരു ഐറ്റത്തിനും അതിൻ്റെ മേളിൽ നമുക്കൊരു ഓയിൽ ഇതാക്കണം, അല്ലെങ്കിൽ ആകെ ഡ്രൈ ആയി പോകും. അപ്പോൾ നമുക്ക് കുറച്ച് ഓയിലാക്കാം. ഓയിൻ്റെ ബ്രഷൊന്നുമില്ല, അപ്പോൾ ഞാൻ സ്പൂൺ കൊണ്ട് തന്നെ കുറച്ച് ഇങ്ങനെ ഓയിൽ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് വേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. ഏത് ഓയിൽ വേണമെങ്കിലും എനിക്ക് യൂസ് ചെയ്യാം. ഓയിൽ വരുമ്പോൾ അതിൻ്റെ ഒരു സ്ട്രക്ചറൊക്കെ കറക്റ്റ് റെഡി ആകത്തുള്ളൂ. ഒരു ഗ്ലേസിങ് ഒക്കെ വരണമെങ്കിൽ ഓയിൽ കൊടുക്കണം. അപ്പോൾ നമ്മുടെ ലെമൺ ബാർബിക്യൂ ഫിഷിൻ്റെ മസാല എങ്ങനെ പ്രിപ്പയർ ചെയ്തെന്ന് നമുക്ക് നോക്കാം. ഇഞ്ചി, മാങ്ങ, നാരങ്ങ 4-5 ഉണ്ട്, കാന്താരി, കറിവേപ്പില, പുളിയില, അതുപോലെ ഗാർലിക്ക്, ഇത്രയാണ് പച്ച മസാലയായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ പൊടികൾ ഉപയോഗിക്കുന്നത് ഇത് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, കാശ്മീരി മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി. ഇത് ഇത്ര എടുക്കില്ല, കുറച്ച് എടുക്കുള്ളൂ. പിന്നെ ആവശ്യം വേറെ സാധനമുണ്ട്, തൈര്. ഇനി ഈ മസാല എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഫ്രണ്ട്സ്, നമുക്ക് എന്തൊക്കെയാണ് ആദ്യം അരച്ചെടുക്കേണ്ടതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഇഞ്ചി ഇടാം. കുറച്ച് ഇഞ്ചി മുറിച്ചിടാം. പുളിയില, പിന്നെ നമുക്ക് കറിവേപ്പില ഇടാം. കാന്താരി എല്ലാം കാന്താരി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതേപോലെ നമുക്ക് വെളുത്തുള്ളി ഇടാം. അതിലേക്ക് വെളുത്തുള്ളി ചേർക്കുന്നു. നമുക്ക് മാങ്ങ, കീറി വെച്ച മാങ്ങ ഇടാം. നാരങ്ങ നമുക്ക് ഇപ്പോൾ ചേർക്കേണ്ട ആവശ്യമില്ല, അത് മസാല അരച്ചതിന് ശേഷം മിക്സ് ചെയ്യുമ്പോൾ ചേർത്താൽ മതി. ഇത്ര സാധനം നമുക്ക് ആദ്യം അരച്ചുകൊണ്ടിരണം. അപ്പോൾ എല്ലാ സാധനം ഞാൻ ജാറിലിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അരച്ച് വെച്ച മസാല റെഡിയാണ്. പച്ച മസാല നമ്മൾ അരച്ച് ക്ലിയർ ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിത് ഫിഷിലോട്ട് ചേർത്ത് കൊടുക്കാം. എങ്ങനെയാണ് ഉള്ളത്? നല്ല ഗ്രീൻ കളർ മസാലയാണ്, നല്ല സ്പൈസിയാണ്. കാന്താരിയുടെ നല്ല സ്പൈസി ഉണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് മിക്സ് ചെയ്ത് നോക്കാം. 5 നാരങ്ങ അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റിയേക്കാം ആദ്യം. കാരണം ലെമൺ ഫിഷ് അല്ലേ, നമുക്ക് നാരങ്ങ മെയിനാണ്. അപ്പോൾ നമുക്ക് ആ മസാല ഒരു ബൗളിലോട്ട് മാറ്റാം. നമ്മുടെ പച്ച
മസാല നമ്മൾ മാങ്ങയും പുളിയിലൊക്കെ ഇട്ട് അരച്ച മസാല ഒരു ബോളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ മെയിൻ കൂട്ട്. പിന്നെ അതിലോട്ട് നമുക്ക് ആവശ്യത്തിന് കുറച്ച് തൈര് ചേർക്കണം. കുറച്ച് തൈര് ചേർക്കുക. മതി. ഇത്രയും തൈര് ചേർത്തിട്ട് മിക്സ് ചെയ്യാം. ഇതിലോട്ട് കുറച്ച് 1 സ്പൂൺ മുളക് പൊടി ഇട്ടുണ്ട്, ഒരു ശകലം 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ഉണ്ട്, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ് ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് വേണ്ടത് നമുക്ക് നാരങ്ങ പിഴിഞ്ഞ് കൊടുക്കാം. അപ്പോൾ നമ്മൾ നാരങ്ങ പിഴിഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്യാം, ലൈറ്റായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ മസാല ഉണ്ടോ റെഡിയാണ്. നല്ല ലൈറ്റ് യെല്ലോ കളറാണ്, നല്ല സ്പൈസി ഉണ്ട്. നമ്മൾ മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചേക്കാം. ഇതാണ് നമ്മൾ ഫിഷിലോട്ട് ഇനി അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഫിഷ് മേക്കുന്നതിൻ്റെ മസാല കൂട്ട്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെയാണ് മസാല എന്നുള്ളത്. അപ്പോൾ ബാക്കി നമുക്ക് നമ്മുടെ ഫിഷ് ബാർബിക്യൂ ചെയ്യുന്നതിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആ ഫിഷ് അതൊന്ന് ഇളക്കിയെടുക്കാം. നമ്മുടെ പ്ലേറ്റിലോട്ട് മാറ്റാം. ഫിഷ് ആയിട്ടുണ്ട്, പ്ലേറ്റിലോട്ട് മാറ്റാം. കുറച്ചൊക്കെ കമ്പിയെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ട്, കാരണം ഗ്രില്ലായതുകൊണ്ടേ ചിലപ്പോൾ കമ്പിയിൽ പറ്റി പിടിച്ചിരിക്കും. ഓക്കെ, നമ്മൾ പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലെമൺ ബാർബിക്യൂ ഫിഷ് റെഡിയാണ്. കണ്ടോ, എല്ലാം കുക്ക് സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ പ്ലേറ്റിൽ. അപ്പോൾ ഇതാണ് നമ്മളുടെ റെസിപ്പി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ ഐറ്റമായ ബാർബിക്യൂ ഫിഷ് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. ഇനി മറ്റൊരു ഐറ്റമായി വേറൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.